ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 10 ഗ്രാവിറ്റേഷൻ. ഇത് 9th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, സോ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഗ്രാവിറ്റേഷൻ എന്നുള്ളത് നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന വാക്കായിരിക്കില്ല. നമ്മുടെ ലോവർ ക്ലാസ്സസ്, അതായത് 6th 8th ആയിട്ട് നമ്മൾ ഗ്രാവിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്താണ്, ഇനി ഗ്രാവിറ്റേഷൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ്, അതേപോലെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, പിന്നെ അക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ പോലെ ഗ്രാവിറ്റേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലാദ്യം നമുക്ക് ഈ ഗ്രാവിറ്റേഷൻ എന്നുള്ള ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരുണ്ട്. അതാണ് സർ ഐസക് ന്യൂട്ടൺ. ഓക്കെ, സോ സർ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ ആണ് ആക്ച്വലി ഗ്രാവിറ്റേഷൻ എന്നുള്ള ഒരു ഫിനോമിനൻ അത് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു സ്റ്റോറി ഉണ്ട് ഇതിനെക്കുറിച്ച് തന്നെ. ആക്ച്വലി ഒരു ആപ്പിൾ ട്രീയുടെ താഴെയായിട്ട് ന്യൂട്ടൺ റെസ്റ്റ് എടുക്കുക എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. ഓക്കെ, സോ ന്യൂട്ടൺ റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആപ്പിൾ ട്രീയിൽ നിന്ന് ഒരു കുറേ ആപ്പിൾസ് ഉണ്ടായിരുന്നു. ഒരു ആപ്പിൾ ന്യൂട്ടൻ്റെ തലയിലേക്ക് വീഴുകയും അത് വീണപ്പോൾ എന്തുകൊണ്ട് ആപ്പിൾ തലയിൽ വീണു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആപ്പിൾ താഴേക്ക് വീണു എന്നുള്ള ചിന്തയിൽ നിന്നാണ് ന്യൂട്ടൺ ആക്ച്വലി ഗ്രാവിറ്റേഷൻ എന്നുള്ള ഒരു ഫിനോമിനൻ തന്നെ ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ആക്ച്വലി ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓൾറെഡി മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ക്ലാസ് 8 നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫോഴ്സസ് പഠിക്കുന്നുണ്ട്, അതിൽ വരുന്നതാണ്. ഓക്കെ, അതിൽ നമ്മൾ ജസ്റ്റ് പറയുന്നുണ്ട് വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് വാട്ട് ഈസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്നൊക്കെ. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ച്വലി എന്തായിരുന്നു? മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാഗ്നറ്റിൽ എങ്ങനെയാണ്, ഒരു മാഗ്നറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെയുണ്ട്, നോർത്ത് പോളും ഉണ്ടാകും, സൗത്ത് പോളും ഉണ്ടാകും. ഓക്കെ, നമുക്കറിയാം മാഗ്നറ്റ്സിൻ്റെ ആക്ച്വലി 2 മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിലും ഒരു സൗത്ത് നോർത്ത് ആണെങ്കിൽ സെയിം പോൾസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും മറ്റേ റിപ്പൽഷൻ. ദെൻ സെയിം പോൾസ് വന്നു കഴിയുമ്പോൾ നമ്മൾ റിപ്പൽഷൻ സംഭവിക്കുന്നു പറയുന്നു, അൺലൈക്ക് പോൾസ് വരുമ്പോൾ അട്രാക്ഷൻ സംഭവിക്കുന്നു പറയുന്നു അല്ലേ. സോ മാഗ്നറ്റിക് ഫോഴ്സിൽ 2 ടൈപ്പ് ഫോഴ്സ് വരുന്നുണ്ട്, അതായത് റിപ്പൽഷൻ ആൻഡ് അട്രാക്ഷൻ. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സിൽ റിപ്പൽഷനും ഉണ്ട്, അട്രാക്ഷനും ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക് എന്താണ്? ഗ്രാവിറ്റേഷൻ ആണ്. ഓക്കെ, സോ ഗ്രാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൽ റിപ്പൽഷൻ ഇല്ല, ഓൺലി അട്രാക്ഷൻ്റെ ഫോഴ്സ് മാത്രമാണ് ഗ്രാവിറ്റേഷനിൽ പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഗ്രാവിറ്റേഷൻ സംഭവിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എർത്തിൽ എവിടെയായാലും ഏതൊരു ഒബ്ജക്റ്റും വേറൊരു ഒബ്ജക്റ്റുമായിട്ട്, അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് വേറൊരു ഒബ്ജക്റ്റുമായിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ആക്ച്വലി ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് അട്രാക്ഷൻ ഡ്യൂ ടു മാസസ് ഓഫ് എ ബോഡി. അതായത് മാസ്സുള്ള ഏതൊരു വസ്തുവിനും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാവിറ്റേഷൻ. ഒന്നുകൂടെ പറയാം, മാസ്സുള്ള ഏതൊരു ബോഡിയിലും എന്തുണ്ടാകുന്നുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. സോ അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ആക്ച്വലി ഇത് ഗ്രാവിറ്റേഷൻ അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് അട്രാക്ഷൻ ഡ്യൂ ടു മാസസ് ഓഫ് ബോഡി. മാസ്സുള്ള ബോഡികൾ തമ്മിലുള്ള അട്രാക്ഷനാണ് ആക്ച്വലി എന്ത് പറയുന്നത്? ഗ്രാവിറ്റേഷൻ. സോ ദ ഫിനോമിനൻ ഓഫ് അട്രാക്ഷൻ ഡ്യൂ ടു മാസസ് ഓഫ് ബോഡി. ഈ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ന്യൂട്ടൻ്റെ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് വരുന്നത്.
സോ ആക്ച്വലി ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മാസ്സുള്ള ഏതൊരു ഒബ്ജക്ട്സ് തമ്മിലും അട്രാക്ഷൻ ഉണ്ടാകും. സോ ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ് ബിറ്റ്വീൻ മാസസ് ഓഫ് ബോഡി. മാസ്സുള്ള ബോഡിയിൽ മാത്രം സംഭവിക്കുന്നതായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ് എന്ത്, ഗ്രാവിറ്റേഷൻ. ഓക്കെ സോ ഗ്രാവിറ്റേഷൻ നമ്മൾ പറഞ്ഞു ആക്ച്വലി ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് അട്രാക്ഷൻ ഡ്യൂ ടു മാസസ് ഓഫ് എ ബോഡി. അപ്പോൾ അതിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അത് ഈ ചാപ്റ്ററിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ സോ വാട്ട് ഈസ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ആദ്യമേ പറഞ്ഞു ഗ്രാവിറ്റേഷൻ എന്നല്ല എന്തായിരുന്നു, ഇറ്റ് ഈസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മാസസ് ഓഫ് എ ബോഡി. അത് തന്നെ മാത്തമാറ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്യാണ്, രണ്ട് മാസ്സുള്ള ഒബ്ജക്ട്സ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആ ഫോഴ്സ് എത്രയാണ് എന്നുള്ളത് നമ്മളൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയിലാക്കി ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കാണിച്ചിട്ടുള്ളത്. ഓക്കെ സോ അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഡെഫിനേഷൻ തന്നെയാണ് ആക്ച്വലി മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. സോ നമ്മൾ പറഞ്ഞു രണ്ട് ഒബ്ജക്ട്സ് അല്ലേ, നമുക്കതപ്പോൾ ഡയഗ്രാം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ സോ വി ആർ കൺസിഡറിങ് ടു ഒബ്ജക്ട്സ്, അതായത് രണ്ട് ഒബ്ജക്ട്സ് നമുക്ക് എടുക്കാം. ഓക്കെ രണ്ട് ഒബ്ജക്ട്സ് എടുത്തു. സോ ലെറ്റ് ഇറ്റ് ബി ദ ഒബ്ജക്റ്റ് എ ആൻഡ് ദിസ് വൺ ഒബ്ജക്റ്റ് ബി. ഓക്കെ ഇനി ഇതിന് ഞാൻ മാസ് ക്യാപിറ്റൽ എം കൊടുത്തു, ഇതിന് ഞാൻ സ്മോൾ ലെറ്റർ എമ്മും കൊടുത്തു ഡിഫറൻസ് അറിയാനായിട്ട്. സോ ഇറ്റ് ഈസ് ഓഫ് ലാർജർ മാസ്, ഇറ്റ് ഈസ് ഓഫ് ലൈറ്റർ മാസ്. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റും അതിന് മാസുമായി. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആക്ച്വലി പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദിയർ മാസസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ആ ഫോഴ്സ് പ്രൊപ്പോർഷണൽ, നമുക്കറിയാം നമ്മളിതിന് മുമ്പുള്ള ടോപ്പിക്സ് പഠിച്ചപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി ഈ സൈൻ വന്നിരുന്നു അല്ലേ. അപ്പം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദിയർ മാസസ്. രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെയും മാസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ആ ഫോഴ്സ് എന്ന് ആദ്യം പറയുകയാണ്. സോ അത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം മാത്തമാറ്റിക്കലി, പ്രോഡക്റ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ. സോ ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം, ഇതാണ് ഫസ്റ്റ് റിലേഷൻ പറയുന്നത്. ഫോഴ്സ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. ദെൻ അവർ പറയാണ് അത് മാത്രമല്ല ദിസ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് സെൻറ്റർ പോയിൻ്റ് ഉള്ള സർക്കിളാണ് എന്ന് പറയുമ്പോൾ സെൻറ്റർ, അത് ഈ ഒബ്ജക്റ്റിൻ്റെ നടുവ് നിന്നുള്ള രണ്ട് ഒബ്ജക്റ്റിൻ്റെയും സെൻറ്റർ ഡിസ്റ്റൻസസിൻ്റെ സ്ക്വയറും കൂടി ആയിരിക്കും ഈ ഫോഴ്സ് എന്ന്. അപ്പം എ ബി എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മൾ സ്മോൾ ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് the force is inversely proportional to the square of the distance between them. Square of the distance എന്ന് പറയുമ്പം ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പോൾ 1 വരും. സോ 1 divided by square of the distance, that is d square. So this force is directly proportional to the product of their masses and this inversely proportional to the square of the distance between them. This is the universal law of gravitation എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെയും, ദാറ്റ് ഈസ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 കമ്പൈൻ ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് കിട്ടും. സോ എങ്ങനെ കമ്പൈൻ ചെയ്യാം, ദാറ്റ് ഈസ് കമ്പൈനിങ് ഇക്വേഷൻ 1 ആൻഡ് 2 എന്ത് ചെയ്താൽ മതി, ഈ എഫ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു, നമുക്ക് ന്യൂമറേറ്റർ എഴുതാം എം ഇൻറ്റു എം, ദെൻ ഡിനോമിനേറ്ററിലായിട്ട് എന്ത് വരും, ഡി സ്ക്വയർ വരും. ഓക്കെ സോ ദിസ് ഈസ് ആക്ച്വലി ദ ഫോഴ്സ്, ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. പിന്നെ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻസ് മാറ്റും. അപ്പോൾ അതാണ് ആക്ച്വലി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. നമ്മൾ ഇതിന് മുമ്പുള്ളതിലും നമ്മൾ ചെയ്തപ്പോൾ കണ്ടിരുന്നു അല്ലേ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റും. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് മാറ്റി ക്യാപിറ്റൽ ജി എം ഇൻറ്റു ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് സ്മോൾ എം ഇട്ടാലും ഇൻറ്റു തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ദിസ് ഈസ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ എന്താ പറയുന്നത് ആക്ച്വലി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, എവ്രി ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. അട്രാക്ഷൻ ആണുള്ളത്
എങ്ങനെയാണ്? എവറി ഒബ്ജക്റ്റ് അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് which is directly proportional, കണ്ടോ, directly proportional to the masses and inversely proportional, division ആയി, inversely proportional to the square of the distance between them. ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ ഇക്വേഷൻ. അതിനെ പക്ഷേ നമുക്ക് ഒരു ലോ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ലോ അതേപോലെ തന്നെ നമുക്ക് പഠിക്കണം. അതാണ് എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് every object in the universe attracts every other object with a force which is directly proportional to the product of their masses and inversely proportional to the square of the distance between them. കണ്ടോ? സോ എവറി ഒബ്ജക്റ്റ്, ഇപ്പോൾ നമ്മൾ ഏതൊരു, ഇപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയാൻ കാരണം എർത്തും അത് കഴിഞ്ഞും എന്തും ആവാം. അതാ പറയുന്നത് എവറി ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്, കണ്ടോ, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, അട്രാക്ട് എവറി അതർ ഒബ്ജക്റ്റ് വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ product of their masses and inversely proportional to the square of the distance between them. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ തന്നെ നമ്മൾ പഠിക്കണം. നമ്മളിത് 2 മാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിങ്ങളോട് എന്തായാലും ചോദിക്കാൻ ഷുവർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ എന്താണ്? എവറി ഒബ്ജക്റ്റ്, നമ്മുടെ ഈ ഇക്വേഷൻ നോക്കി തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഈ ഡെഫിനേഷൻ ക്ലിയർ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് എവറി ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ with a force which is directly proportional to their masses and inversely proportional to the square of the distance between them. This is gravitation, that is Newton's universal law of gravitation എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ്. യെസ്, അപ്പോൾ നമ്മൾ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചു. നമുക്കതിൻ്റെ ക്യാപിറ്റൽ ജി എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല. അതെന്താണെന്നും അതിൻ്റെ ജി എന്നുള്ള ഒരു വാല്യൂയുടെ എന്താണ് അതിൻ്റെ യൂണിറ്റ് എന്ന് നമുക്കിതിൽ ഡിറൈവ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. സോ എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ഡി സ്ക്വയർ എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സോ അതിലെ ജി നമ്മൾ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ആ ജീനെ പറയുന്നതാണ് ജി ഇസ് ആക്ച്വലി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്. സോ ജി, ഈ നമ്മുടെ ഇക്വേഷനിലെ ക്യാപിറ്റൽ ജീനെ പറയുന്നതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിന് നമുക്കൊരു വാല്യൂ ഉണ്ട് പഠിക്കാനായിട്ട്. ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആൻഡ് kg⁻². ഇതാണ് ആക്ച്വലി ജി എന്നുള്ള ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. അപ്പോൾ നിങ്ങൾ ഈ യൂണിറ്റ് കണ്ട് പേടിക്കേണ്ടായത് എങ്ങനെയാണ് ഇത്രയും വലിയ യൂണിറ്റ് വന്നതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ? ഒരു കൺഫ്യൂഷനും വേണ്ട. നമുക്ക് ഈ യൂണിറ്റ് ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ബട്ട് ഈ വാല്യൂ നമ്മളിത് പഠിച്ചിരിക്കണം. ബിക്കോസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാസസ് തരും, ഡിസ്റ്റൻസും തരും, ജി ചിലപ്പോൾ തന്നെന്ന് വരില്ല. സോ ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. നമ്മളിത് കാണാണ്ട് പഠിക്കണം. ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10⁻⁻11 എന്നുള്ളൊരു വാല്യൂ നമ്മൾ ബൈ ഹാർഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്കപ്പം നമ്മൾ പറഞ്ഞു ജി എന്താണ്? ഇറ്റ് ഇസ് എ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. നൗ അതിൻ്റെ വാല്യൂ പഠിച്ചു. ഈ യൂണിറ്റ് എങ്ങനെയാണ് വന്നതെന്നും കൂടെ നമുക്ക് അറിയണം അല്ലേ? സോ നമുക്കത് ഇക്വേഷനിൽ തന്നെ എടുക്കാം. സോ ആ ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ഡി സ്ക്വയർ. എന്ത് ചെയ്താൽ മതി? ജീൻ്റെയാണ് നമുക്ക് കാണേണ്ടത്. സോ ഈക്വൽ ടു സൈഡിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ജീനെ മാത്രം നിർത്താം, ബാക്കിയെല്ലാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ കിട്ടും എന്ന് നോക്കാം. ദാറ്റ് ഈസ് ജീനെ ഞാൻ ഇവിടെ തന്നെ നിർത്തി. ദെൻ എഫ് ഇവിടെ ഉണ്ട്. സോ എഫ് ഇൻറ്റു ഡി സ്ക്വയർ ആകും. ദെൻ മുകളിലിരുന്ന മാസസ് താഴെ വരും.
ഓക്കെ, നൗ നമുക്കറിയാം ഇത് ഫോഴ്സാണ്, ഡിസ്റ്റൻസ് ആണ്, മാസസ് ആണ്. ഇതിൻ്റെ എല്ലാം SI യൂണിറ്റ്സ് എന്താ നമുക്കറിയാലോ. എന്താണെന്ന് പറയാം. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ആണ് N. ദെൻ ഡിസ്റ്റൻസിൻ്റെയോ മീറ്റർ, അത് സ്ക്വയർ ആകുമ്പോൾ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ M ഇൻറ്റു എം. എം എന്ന് പറഞ്ഞാൽ മാസ്സാണ്. മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? kg. സോ 2 മാസ് എന്ന് പറയുമ്പോൾ kg സ്ക്വയർ, അതാണ് G. ദെർഫോർ ജിയുടെ യൂണിറ്റ് എന്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ kg സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ kg സ്ക്വയർ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ചിലപ്പോൾ ഇതാ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ kg റേസ് ടു -2 ഇങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ kg സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡ് ആയിട്ട് എഴുതാത്തത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ -2 എഴുതുമല്ലോ. സോ അത് കണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട. ഇങ്ങനെ എഴുതാൻ അറിയില്ലാത്തവർ ഇങ്ങനെ ആയാലും എഴുതിയാൽ മതി. ദാറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ എന്താണ് ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ പഠിച്ചു. എവറി ഓബ്ജെക്റ്റ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ദെൻ ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അതാണ് F is equal to Gmm/d സ്ക്വയർ. ദെൻ ആ G എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അതിനൊരു വാല്യൂ ഉണ്ട്. വാല്യൂ നമ്മൾ കാണാണ്ട് പഠിക്കണം. ദെൻ അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് കാണാണ്ട് പഠിക്കാൻ പാടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇക്വേഷനിൽ തന്നെ ഡിറൈവ് ചെയ്താൽ മതി. 1 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാം. സോ എഴുതി വെറുതെ കാണാണ്ട് പഠിച്ച് കൺഫ്യൂസ്ഡ് ആയി വെറുതെ ഒരു മാർക്ക് കളയരുത്. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാലും ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്തത്. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷൻ ആൻഡ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ബൈ ഐസക് ന്യൂട്ടൺ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാപ്റ്ററിലെ കൂടുതൽ വീഡിയോസ് ഇനിയും നമ്മൾ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും.